കടക്കൽ ദേവീക്ഷേത്രത്തെ കുരുതിക്കളമാക്കാനുള്ള CPM രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കെതിരെ ജനകീയ മാർച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടക്കൽ മണ്ഡലം കമ്മിറ്റിയും ചിതറ മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ മാർച്ചിന്റെ തത്സമയം സാക്ഷി TVയിലൂടെ
അറുപ്പണിഞ്ഞ സ്വാമിമാരെ വെറുപ്പണിഞ്ഞ് നടന്നവരെ അമ്പലമില്ല പള്ളിയുമില്ല വിശ്വാസികളുടെ ചർച്ചുമില്ല എന്ന് പറഞ്ഞു നടന്നവരെ കമ്മ്യൂണിസ്റ്റും കബാലികളെ എവിടെ പോയി സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങൾ നാണമില്ലേ നാണമില്ലേ അമ്പലങ്ങളിലെ ആചാരങ്ങൾ തുടങ്ങിയവാക്കും കാമാലികളെ ഇല്ല ഇല്ല മാപ്പ് തരില്ല ഈ നാട് മാപ്പ് തരില്ല കോൺഗ്രസ് ഉണ്ടാവാം കോൺഗ്രസ് ഉണ്ടാവാം മുറ്റത്ത് ആരാധനയുടെ ആഗ്രഹമുണ്ട് ഇല്ല ഇല്ല അനുവദിക്കില്ല ഈ നാട് അനുവദിക്കില്ല കോൺഗ്രസ് ഉണ്ടാവാം സ്വാമിമാരെ നടന്നവരെ അമ്പലമില്ല പള്ളിയുമില്ല നടന്നവരെ ഇവിടെ പോയി സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങൾ നാണമില്ലേ നാണമില്ലേ പ്രതിഷേധം പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിക്കാൻ നോക്കുന്ന അട്ടിമറിക്കാൻ നോക്കുന്ന അട്ടിമറിക്കാൻ നോക്കുന്ന സിപിഎമ്മിൻ അവിശ്വാസികളെ സിപിഎമ്മിൻ അവിശ്വാസികളെ കടക്കലമ്മയുടെ തിരുമുറ്റത്ത് കടക്കലമ്മയുടെ തിരുമുറ്റത്ത് കടക്കലമ്മയുടെ തിരുമുറ്റത്ത് കടക്കലമ്മയുടെ തിരുമുറ്റത്ത് വളർത്താൻ നോക്കണ്ട പാർട്ടി വളർത്താൻ നോക്കണ്ട പാർട്ടി വളർത്താൻ നോക്കണ്ട പാട്ട് പാടാൻ പാർട്ടിക്കാരൻ പാട്ട് പാടാൻ പാർട്ടിക്കാരൻ പാട്ട് പാടാൻ പാർട്ടിക്കാരൻ പാട്ട് പാടാൻ പാർട്ടിക്കാരൻ താളം പിടിക്കാൻ നേതാക്കൾ താളം പിടിക്കാൻ നേതാക്കൾ താളം പിടിക്കാൻ നേതാക്കൾ താളം പിടിക്കാൻ നേതാക്കൾ കൂടെ തുള്ളാൻ കുട്ടിസഖാക്കൾ കൂടെ തുള്ളാൻ കുട്ടിസഖാക്കൾ കൂടെ തുള്ളാൻ കുട്ടിസഖാക്കൾ കൂടെ തുള്ളാൻ കുട്ടിസഖാക്കൾ മാപ്പ് തരില്ല മാപ്പ് തരില്ല മാപ്പ് തരില്ല മാപ്പ് തരില്ല കടക്കലമ്മ മാപ്പ് തരില്ല കടക്കലമ്മ മാപ്പ് തരില്ല കടക്കൽ ദേവിയുടെ തിരുമുറ്റത്ത് കടക്കൽ ദേവിയുടെ തിരുമുറ്റത്ത് കടക്കൽ ദേവിയുടെ തിരുമുറ്റത്ത് കടക്കൽ ദേവിയുടെ തിരുമുറ്റത്ത് ചെങ്കൊടി വിപ്ലവം കാണിച്ച ചെങ്കൊടി വിപ്ലവം കാണിച്ച ചെങ്കൊടി വിപ്ലവം കാണിച്ച ചെങ്കൊടി വിപ്ലവം കാണിച്ച സിപിഎമ്മിൻ തെമ്മാടികളെ സിപിഎമ്മിൻ തെമ്മാടികളെ കടക്കൽ വേണ്ട സഖാക്കളെ കടക്കൽ വേണ്ട സഖാക്കളെ മാപ്പ് തരില്ല മാപ്പ് തരില്ല മാപ്പ് തരില്ല മാപ്പ് തരില്ല കടക്കൽ ജനത മാപ്പ് തരില്ല കടക്കൽ ജനത മാപ്പ് തരില്ല കടക്കൽ ജനത മാപ്പ് തരില്ല കടക്കൽ ജനത മാപ്പ് തരില്ല കടക്കൽ ദേവി മാപ്പ് തരില്ല കടക്കൽ ദേവി മാപ്പ് തരില്ല ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം കാലം മാറും ഭരണം മാറും കാലം മാറും ഭരണം മാറും ഒത്തു കളിച്ചോ ഡിവൈഎഫ്ഐ ഒത്തു കളിച്ചോ ഡിവൈഎഫ്ഐ കാലം മാറും ഭരണം മാറും കാലം മാറും ഭരണം മാറും ഒത്തു കളിച്ചോ ഡിവൈഎഫ്ഐ ഒത്തു കളിച്ചോ ഡിവൈഎഫ്ഐ പ്രതിഷേധം 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 നാഷണൽ കോൺഗ്രസിൻ പ്രതിഷേധം നാഷണൽ കോൺഗ്രസിൻ പ്രതിഷേധം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിക്കാൻ നോക്കുന്ന അട്ടിമറിക്കാൻ നോക്കുന്ന സിപിഎമ്മിൻ അവിശ്വാസികളെ കടക്കലമ്മയുടെ തിരുമുറ്റത്ത് കടക്കലമ്മയുടെ തിരുമുറ്റത്ത് പാർട്ടി വളർത്താൻ നോക്കണ്ട പാർട്ടി വളർത്താൻ നോക്കണ്ട പാട്ട് പാടാൻ പാർട്ടിക്കാരൻ പാട്ട് പാടാൻ പാർട്ടിക്കാരൻ താളം പിടിക്കാൻ നേതാക്കൾ താളം പിടിക്കാൻ നേതാക്കൾ
കുട്ടിസലാക്കൾ ഒത്തുകളിക്കോ സഖാക്കളെ മാപ്പിളരില്ല മാപ്പിളരില്ല കണക്കിലമ്മ മാപ്പിളരില്ല കണക്കിൽ ജില്ല മാപ്പിളരില്ല ആരം മാറും ഭരണം മാറും ഒത്തുകളിക്കോടി വൈ കാലം മാറും ഭരണം മാറും ഒത്തുകളിക്കോടി വൈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിക്കാൻ നോക്കുന്ന CPM അവിശ്വാസികളെ നമ്മുടെ തിരുമുറ്റത്ത് നടത്താൻ നോക്കണ്ട. എല്ലാരും റോഡിൽ മാറി പോട്ടെ അവരോട് കയറി പെട്ടെന്ന് പിരിയും ആര് പോകും പെട്ടെന്ന് വന്നില്ല, വരാൻ സാധ്യത ഉണ്ട്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ നിശ്ചിത യോഗം ഉദ്ഘാടനം ചെയ്യാനായി ബന്ധപ്പെട്ടുള്ള ബഹുമാനായ ഈ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി എം നസീർ, ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളെ സുഹൃത്തുക്കൾ, കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം. വളരെ വർഷങ്ങളായി വളരെ സാഹോദര്യത്തിലൂടെ മതസൗഹാർദ്ദത്തിലൂടെ ഉത്സവം നടക്കുന്ന കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആ സന്നിധിയെ, ക്ഷേത്ര സന്നിധിയെ പോലും, ആ പരിപാവനമായ സന്നിധിയെ പോലും മലീസപ്പെടുത്തുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പേക്കൂത്ത് നമ്മൾ കണ്ടു. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടയ്ക്കലിൽ ഞങ്ങളെ എതിർക്കാൻ മറ്റാരുമില്ല, ഞങ്ങൾ എന്ത് വികാരവും കാണിച്ചാലും ചോദിക്കുവാൻ ആരുമില്ല എന്ന അഹങ്കാരത്തോടുകൂടി അവിശ്വാസികളായ ഒരു സംഘം CPM നേതാക്കന്മാർ കാണിച്ചു നോക്കിയ കോപ്രായങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു ക്ഷേത്രത്തിൽ വിപ്ലവകാലം പാടുന്നത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഒരു ക്ഷേത്രത്തിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു നാടകം അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ആത്മഹത്യമില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ CPM-ന്റെയും DYFI-യുടെയും ചിഹ്നങ്ങൾ വെച്ചുകൊണ്ടുള്ള LED ബൾബ് പ്രവർത്തിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് കാണിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ള എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ PR സന്തോഷിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബഹുമാനായ DCC പ്രസിഡന്റ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനായ DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സാർ അവരെ ഞാൻ ഈ യോഗത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മുഖ്യ പ്രഭാഷണം നടത്താനായി ചെയ്തിട്ടുള്ള കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയ ജനറൽ സെക്രട്ടറി ശ്രീ M നസീറിനെ ഞാൻ ഈ യോഗത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന KPCCയുടെ സെക്രട്ടറി ശ്രീ സൈമൺ അലക്സിനെ ഞാൻ ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. KPCC മെമ്പർ ശ്രീ ഷിജുവിനെ ഞാൻ ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ അഡ്വക്കേറ്റ് ജി മോഹനൻ, ശ്രീ VT സിബി, ശ്രീ D ചന്ദ്രബോസ്, ശ്രീ ശരൺ, ശ്രീ ചിത്ര മുരളീധരൻ നായർ, ശ്രീ കൊല്ലായി സുരേഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ അനിൽകുമാർ, കടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ്, ശ്രീ അജിത് ദാസ്, ആത്രമൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ശ്രീ SR ബിനോയ്, പുഴയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ശ്രീ രാമേന്ദ്രൻ പിള്ള സാർ,
ശ്രീ പി ജി സുരേന്ദ്രൻ മടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ശ്രീ ഹുമയൂൺ കബീർ ചെതറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ശ്രീ എ എം റാഫി നിലമേൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ശ്രീ റിയാസ് കടയമുലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ശ്രീ ഉക്കുന്നം ഷാനവാസ് കുമ്മൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഇ ഒ സാജൻ, ദീപു ഇളമാട്, കെ ജി സാബുസാർ മണ്ഡലം പ്രസിഡന്റ്, ശ്രീ മനു മഹിളാ കോൺഗ്രസിന്റെ കടങ്ങലും ബ്ലോക്ക് പ്രസിഡന്റും നിലമേ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷമീന പറമ്പിൽ ഉൾപ്പെടെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒരുപാട് പേരുണ്ട്. KSTPയുടെ നേതാവ് ശ്രീ ചിത്ര നിസാം ഉൾപ്പെടെ എല്ലാവരെയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരരെ, നമ്മുടെ ഈ യോഗത്തിന്റെ ഈ മാർച്ചിന്റെ ആമുഖ പ്രഭാഷണം നടത്താൻ KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ MM നസീർ അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ PR സന്തോഷ്, ബഹുമാന്യായ DC പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്ര പ്രസാദ്, ബഹുമാന്യരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കടക്കൽ നിവാസികളെ, നാട്ടുകാരെ, വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സമീപനമാണ് CPM ഈ കടക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനോട് എന്താണ് ഇവർക്ക് അനീതി കാണിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകും. ഞാൻ KSU ആയിരുന്ന കുട്ടിക്കാലത്ത് കടക്കൽ തിരുവാതിര സ്ഥിരമായി വരുന്ന ഒരാളാണ്. അന്ന് ഈ ഉത്സവം മുഴുവനും നടത്തുന്നത്, അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് പരേതരായ കോൺഗ്രസിന്റെ നേതാവ് കടക്കൽ ശ്രീനിവാസൻ ഡോക്ടറാണ്. ഇവിടെ ഒട്ടേറെ സംഘർഷങ്ങൾ നടക്കുന്ന സമയമാണ്. കരകൾ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ ഒട്ടേറെ സംഘർഷങ്ങളും ചോരയും പൊടിഞ്ഞ സമയങ്ങൾ ഈ കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ടു. നമുക്കറിയാം, കടക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഈ കടക്കൽ പഞ്ചായത്തിലെ മാത്രമല്ല, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മാത്രമല്ല, ഈ കടക്കലിൽ നിന്ന് പോയിട്ടുള്ള, ഇവിടെ നിന്ന് വിവാഹബന്ധത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രദേശങ്ങളായിട്ടുള്ള ചിതറയും നിലമേലും ചടയമംഗലവും ഇട്ടിവയും അടക്കമുള്ള ഈ പ്രദേശങ്ങളുടെ മുഴുവനും ഇവിടെ വന്നിട്ടുള്ള ബന്ധുക്കളുടെ, അവരുടെ സുഹൃത്തുക്കളുടെ, അത് ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവരുടെയും ഒരു വലിയ ഉത്സവമാണ്. വലിയ മതേതരത്വ കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഉത്സവം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നവകേരള സദസ്സ്, പിണറായി വിജയന്റെ നവകേരള സദസ്സ് ഇവിടെ വന്നപ്പോൾ ഈ കടക്കൽ തിരുവാതിരയുടെ ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിനെ ദുർവിനിയോഗം ചെയ്യുവാൻ വന്ന സാഹചര്യവും അതിനെ തുടർന്ന് ഹൈക്കോടതിയിലുണ്ടായ ഉത്തരവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ കുറച്ച് ആളുകളെ ഈ ഉത്സവ കമ്മിറ്റികളിൽ മുഴുവനും കയറ്റി അവരെ കോടിക്കണക്കിന്, ഇവിടെ നിങ്ങൾക്കറിയാം, ഈ ഉത്സവം തീരുമ്പോൾ ഏകദേശം ഒരു 5 കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞതാവും, അല്ലേ? 5 കോടി രൂപയെങ്കിലും കൃത്യമായിട്ട് കൊടുക്കലോ. ഈ പണത്തിന്റെ നല്ലൊരു ശതമാനം യാതൊരു വിശ്വാസവുമില്ലാതെ ഈ ഭഗവതിയെ നമ്മളെല്ലാവരും വിളിക്കുന്നവരാണ്. ജാതി മത ഭേദമന്യേ ഇവിടെ ഒരു ആപത്ത് വന്നാൽ, ഓരോരുത്തർക്കും വിഷമം വന്നാൽ, സ്വകാര്യ ദുഃഖം വന്നാൽ നമ്മൾ വിളിക്കുന്ന ദേവിയാണ്, ഭഗവതിയാണ് കടക്കലിരിക്കുന്ന. ആ ദേവിയെ അപമാനിച്ചുകൊണ്ട്, ആ വിശ്വാസത്തെ അപമാനിച്ചുകൊണ്ട്, കടക്കൽ സ്വാതന്ത്ര്യ സമരം നടന്ന, വിപ്ലവം നടന്ന ഈ മണ്ണിനെ അപമാനിച്ചുകൊണ്ട് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നത് ഈ ഉത്സവ കമ്മിറ്റി പിടിച്ചെടുത്തുകൊണ്ട് ഓരോ സമയത്തും ഇവർ ഇങ്ങനെയാണ്. PTA വരെ അഴിമതി നടത്താൻ പിടിച്ചെടുക്കുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് ഇതൊരു ജനകീയ പ്രക്ഷോഭമാണ്. ഇത് ഞങ്ങൾ ആധികാരികമായി കൊല്ലം DCCയുടെ പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്ര പ്രസാദ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആധികാരികമായി കോൺഗ്രസ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോട് പറയുകയാണ്, ഈ നിങ്ങളുടെ ഈ വൃത്തികെട്ട സമീപനം, ഈ വലിയ അമ്പലത്തെ, ഈ വലിയ വിശ്വാസത്തെ അതിനെ കുരുതിക്കളമാക്കാനുള്ള CPMന്റെ നീക്കം അവസാനിപ്പിക്കണം. അടുത്ത ഉത്സവമെങ്കിലും ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക്, ഇവിടുത്തെ വിശ്വാസികൾക്ക് അതിന്റെ നേതൃത്വം ഏൽപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യായ DC പ്രസിഡന്റ് ഈ മാർച്ച്, ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കും.
പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ PR സന്തോഷ്, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ എന്റെ പ്രിയ സ്നേഹിതൻ KPCC സെക്രട്ടറി ശ്രീ MM നസീർ അടക്കമുള്ള നേതാക്കൾ, ഇവിടെ ഒട്ടനവധി നേതാക്കൾ ഇവിടെ സന്നിഹിതരാണ്. പ്രിയമുള്ളവരെ, പ്രിയമുള്ള നാട്ടുകാർ, കടക്കൽ ദേവീക്ഷേത്രം കടക്കല്ലുകാരുടെ മാത്രം വകയിൽ ഏതെല്ലാം പ്രതിഷ്ഠങ്ങളിൽ നിന്ന് ഈ ദേവിയെ കാണുവാൻ, കുമ്പിടുവാൻ, തൊഴുവാൻ, ആരാധിക്കുവാൻ, അവരുടെ സങ്കടങ്ങൾ പറയുവാൻ, അതിന് നിവർത്തി വരുത്തുവാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് കടക്കൽ ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഇവിടെ നസീർ പറഞ്ഞ പോലെ ഹിന്ദുക്കളായ ആളുകൾ മാത്രം ആരാധിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ സങ്കടങ്ങൾ പറയുന്ന ദേവിയല്ല കടക്കൽ ദേവി. സമസ്ത ജനവിഭാഗങ്ങളും ആ ദേവിയിൽ അവരുടെ സങ്കടങ്ങൾ നിവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ഞങ്ങൾ ഓർക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ ഒരു നവകേരള യാത്ര ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം, പത്രത്തിൽ വന്നതാണ്. ആ നവകേരള യാത്രയുടെ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സ്റ്റേജ് അമ്പല കോമ്പൗണ്ടിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതിനെതിരായിരുന്നു. ഞങ്ങൾ പരസ്യമായി എതിർത്തവരാണ് കോൺഗ്രസുകാർ. കോൺഗ്രസിന്റെ ഞങ്ങളുടെ ഒരു നേതാവ് മണ്ണൂർ ബാബു അല്ലേ, അദ്ദേഹമാണ് കേസ് കൊടുത്തത്. ഞങ്ങളെ പ്രതിനിധീകരിച്ചു കൊടുത്ത കേസാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചുമതലപ്പെടുത്തി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയ, പാർട്ടി ചുമതലപ്പെടുത്തിയ ആളാണ് മണ്ണൂർ ബാബു. എങ്ങനെ ഒളിച്ചോടി വന്ന ആളല്ലല്ലോ മണ്ണൂർ ബാബുവിനെ ഈ നാട്ടിലെ ആളുകൾക്ക് അറിയില്ല. ഇവിടെ ചാനൽ ചർച്ചയിലെ ഒരു സഹോദരൻ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ കുറച്ചു നേരം ആ ചാനൽ ചർച്ച കേട്ടിരുന്നു. കോൺഗ്രസിലെ എവിടെയോ ഉള്ള ഒരാളെ, ആരും അറിയാത്ത ആളെ, മണ്ണൂർ ബാബുവിനെ ആർക്കും അറിയാൻ വയ്യാത്ത അദ്ദേഹമാണ് കേസ് കൊടുത്തത്. ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങളുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാമാങ്കം നടത്താൻ സ്റ്റേജ് കെട്ടുന്നതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു, തടയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ശരിയായതുകൊണ്ടാണല്ലോ കോടതി തടഞ്ഞത്. നിയമപരമായി അതിനകത്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കോടതി തടസ്സം ഉന്നയിച്ചത്. സ്റ്റേജ് കെട്ടണ്ട എന്ന് ഉത്തരവിട്ടു. അത് ഞങ്ങൾ പരസ്യമായി പറയുന്നതാണ്, അല്ലാതെ ആരും ഒളിച്ചു ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ക്ഷേത്രങ്ങൾ, ആരാധനാലയം, പള്ളികൾ, മോസ്കുകൾ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ വകയാക്കുന്നതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. കടക്കൽ ദേവിയിൽ കടക്കലിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങളൊക്കെ ചെങ്കൊടി കെട്ടിക്കോ, നിങ്ങൾ DYFയുടെ കൊടി കെട്ടിക്കോ, നിങ്ങൾ SFIയുടെ കൊടി കെട്ടിക്കോ. പക്ഷേ പരസ്യമായി പറയണം, ഞങ്ങൾ ദേവിയിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ ഈ നാട്ടിലുള്ളവര്? ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നത് ശരിയല്ല. ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളാണ്. അവിടെ ആർക്കാ സ്ഥാനം? വിശ്വാസികൾക്കാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന്റെ പ്രതിനിധികളായി അവിടെ ഇരിക്കുന്നു ദേവി എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർക്കുള്ളതാണ് ആരാധനാലയങ്ങൾ. ഞങ്ങൾ അവിടെ പോയി തൊഴാറുണ്ട്. ഞങ്ങൾ അവിടെ ചന്ദനം വായിച്ച് നെറ്റിയിൽ തൊഴാറുണ്ട്. ഞങ്ങൾ നമസ്കരിക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് വിശ്വാസികളാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇല്ലയോ എന്ന് പറയണം. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാ സഖാവെ അതിനകത്ത് നുഴഞ്ഞു കയറുന്നത്? അത് വിശ്വാസികൾ ചെയ്യട്ടെ, അവർ നോക്കട്ടെ. ഇപ്പൊ ആ പുതിയ അടവ് നയമാണ്. അമ്പല കമ്മിറ്റികളിൽ കയറുക, പള്ളി കമ്മിറ്റിയിലോട്ട് കയറിക്കൂടാ, മോസ്കുകളിലെ കമ്മിറ്റിയിലെല്ലാം നമ്മൾ വേണം എന്ന പുതിയ അടവ് നയം. അത് ശരിയല്ല. നിങ്ങൾ വിശ്വാസികളായാൽ നിങ്ങൾ അവിടെ ഇതൊക്കെ ചെയ്യുന്നതിനോട് ഞങ്ങൾ യോജിക്കാം. പക്ഷെ അപ്പോഴും യോജിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളില്ലേ, കോൺഗ്രസുകാർ ദൈവവിശ്വാസികളാണ്. ഞങ്ങൾ നാളെ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനവും നടത്തി രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്ന ഒരു പാട്ടും പാടിയാൽ മതിയോ? അങ്ങനെ ചെയ്യുന്നത് നീതിയല്ല, മര്യാദയല്ല എന്നാണ് പാർട്ടിയുടെ നിലപാട്. നിങ്ങൾ അവിടെ എന്താ ചെയ്തത്? നിങ്ങൾ അവിടെ ചെങ്കൊടി കെട്ടി, നിങ്ങൾ ആ സ്റ്റേജ് മുഴുവൻ ചുവപ്പിച്ചു. നിങ്ങൾ അവിടെ DYFയുടെ കൊടി കെട്ടി. എന്താണ് കടക്കൽ ദേവിയുടെ ക്ഷേത്രാങ്കണത്തിൽ DYFയുടെ കൊടിക്ക് സ്ഥാനം? എന്താണ് അവിടെ SFIയുടെ കൊടിക്ക് സ്ഥാനം?
നിങ്ങളവിടെ ചോദിച്ചു ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടുകയാണ്. ഏതാ പുഷ്പൻ? പാവപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ. അങ്ങനെ കണ്ണൂരിൽ പഴയ പീഡിഗ്രി സമരകാലത്ത് MP രാഘവനെതിരെ സമരം ചെയ്യാൻ പോയി വെടിയേറ്റ അടിയേറ്റ സഖാക്കൾ. സ്വാശ്രയ സമരം, സ്വാശ്രയ കോളേജ് സമരം. നാണവും മാനവും ഇല്ലല്ലോ ഇവർക്ക്. ഇന്നിപ്പോ വിദേശ സർവകലാശാലകൾ അവരെ ഇവിടെ ക്ഷണിക്കുന്നു. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വാ വാ എന്ന് മാടി വിളിക്കുകയാണ്. കാശ് കൊണ്ടുവന്നാൽ മതി എന്നാ പറയുന്നത്. നാണവും മാനവും ഇല്ലാത്ത സമീപനം. അത് കണ്ടിട്ടാണ് പുഷ്പൻ മരിച്ചത്. അവന്റെ ആത്മാവ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് മരിച്ചു. എടാ കാലമാടന്മാരെ, എന്തിനാണ് എന്നെ കൊണ്ടുപോയി പലിക്ക് കൊടുത്തത് അന്ന് എന്ന് പുഷ്പൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ സഹാക്കന്മാരെ? ഇല്ലല്ലോ. അന്ന് നിങ്ങൾ ശാസ്ത്രീയ കോളേജിലെ സമരം ചെയ്യിച്ച് MP രാഘവനെ കൊല ചെയ്യാൻ പോയതാണ്. MP രാഘവനെ ആക്രമിക്കാൻ പോയതാണ്. MP രാഘവൻ അന്ന് ഞങ്ങളുടെ UDF-ന്റെ നേതാവാണ്, മന്ത്രിയാണ്. അയാളുടെ മോനിപ്പ് നാണവും മാനവും ഇല്ലാതെ അവിടെ എന്തോ സെക്രട്ടറിയായി, ജില്ലാ കമ്മിറ്റി അംഗമായി. നാണമുണ്ടോ മോനെ നിനക്ക്? നിനക്ക് ജന്മം നൽകിയ MP രാഘവന് അസംബ്ലിയിൽ അടിച്ചവന്മാരാണ് നിന്നാർ. ആ MP രാഘവനെ കൊല ചെയ്യുവാനാണ് നിങ്ങൾ സഖാക്കളെ അവിടെ പറഞ്ഞുവിട്ടത്. ആ കൊല ചെയ്യാൻ പോയ സമയത്താണ് പോലീസിന് വെടിവെക്കേണ്ടി വന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ പോലീസിന് അടിക്കേണ്ടി വന്നാൽ അടിക്കും, വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കും, ചെയ്യേണ്ടി. അങ്ങനെ വെടിവെച്ച കൂട്ടത്തിലാണ് പുഷ്പൻ രോഗശയ്യയിലായത്. എത്രയോ വർഷക്കാലം ആ പാവപ്പെട്ട മനുഷ്യനവിടെ കിടന്ന് അനുഭവിക്കായിരുന്നു. മരിച്ചു കിട്ടിയപ്പോ ഈ രാജ്യം മുഴുവൻ പണം വെക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതാണല്ലോ പണി. രക്തസാക്ഷികളെ കിട്ടണം, അത് വെച്ച് കാശാക്കണം, അത് വെച്ച് വോട്ടാക്കണം. ഈ സമീപനം നിങ്ങൾ മാറ്റണം സഖാക്കളെ. മനുഷ്യത്വം കുറച്ചുകൂടി വേണ്ടി. ആ പുഷ്പൻ മരിച്ചപ്പോൾ പറയുന്നു ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ഈണത്തിൽ പാടുകയാണ്. ഇവിടെ അമ്പലം കമ്മിറ്റിയുടെ അകത്ത്, അമ്പല കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് പാടിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പാടാൻ അവകാശമുണ്ട്. നിങ്ങൾ DYFI-യുടെ മീറ്റിംഗ് കൊല്ലം ചിന്നക്കടയിൽ നടത്തി പാടിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. കടയ്ക്കൽ ദേവിയുടെ അമ്പല കോമ്പൗണ്ടിൽ വന്ന് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നത് എന്ത് മര്യാദയാണ്? അതെന്ത് രാഷ്ട്രീയമാണ്? ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കും. ഒരു ദേവിയെ, ഒരു അമ്പലത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ നീതിബോധമുള്ള ഒരു മനുഷ്യനും കഴിയില്ല. കേരളത്തിൽ, ഈ നാട്ടിൽ, കടക്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയാണ്. ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഒരു ആരാധനാലയം, ഒരു ക്ഷേത്രത്തിൽ, ഒരു പള്ളിയിൽ, ഒരു മോസ്കിലും അതിനെ രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയാക്കുന്നതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു. ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരികയാണ്. നിങ്ങൾ ഈ വർഷം ഇത് നടത്തിയപ്പോ അടുത്ത വർഷം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്റ്റേജ് കിട്ടി. യൂത്ത് കോൺഗ്രസിന്റെ പാട്ട് പാടുവാൻ ഞങ്ങൾ പോവുകയില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. അമ്പലം അമ്പലമാണ്, അമ്പലം ദേവിയുടെ ആരാധനാ കേന്ദ്രമാണ്. അവിടെ രാഷ്ട്രീയം കളിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല, നോയമ്പ് കാലമാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ഒരുപാട് പേർ നോയമ്പ് പിടിക്കുന്നവർ തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുവാൻ, ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് കൊണ്ട് ഈ യോഗം നെട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പറയുവാൻ. ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ, CPM-ന്റെ നയങ്ങൾ അപ്പാടെ മാറി. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടിയായിരുന്നു. അന്ന് ആ ചാനൽ ചർച്ചയിൽ ഒരു സഖാവ് ചോദിക്കുന്ന കേട്ടോ, APSCയുടെ പാർട്ടികൾ അമ്പലത്തിൽ ഇടുമല്ലോ, ഇടും, ഞങ്ങൾക്കെതിരില്ലല്ലോ. APSC ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ നാടക സംഘമാണെങ്കിലും അത് കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ, കർഷക തൊഴിലാളികളുടെ, കയർവിരി തൊഴിലാളികളുടെ, കർഷകരുടെ, ചെറുകിട കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി നാടകങ്ങൾ കളിച്ച ഒരു സംഘടനയാണ് APSC. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ APSCയുടെ പാട്ടുകൾ ഇന്ന് രാജ്യത്ത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവർക്കൊരു വികാരമാണ് ആ പാട്ടുകൾ ഇന്നും. അതുപോലെയാണോ സഖാവെ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്ന പാട്ട്. ഞങ്ങൾക്ക് പുഷ്പനോട് വലിയ വലിയ സഹതാപമാണ്. ആ മനുഷ്യൻ കൊല ചെയ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യം, ആ മനുഷ്യൻ ജീവൻ ത്യജിക്കേണ്ടി വന്ന സാഹചര്യം
മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളരുതായ്മയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ തൊഴിലാളി പ്രസ്ഥാനമായിരുന്നു. ഒരു കാലത്ത് അവർ കശുവണ്ടി തൊഴിലാളികളുടെ പ്രസ്ഥാനമായിരുന്നു. ഒരു കാലത്ത് അവർ കയർമരി തൊഴിലാളികളുടെ പ്രസ്ഥാനമായിരുന്നു. കർഷക തൊഴിലാളികളുടെ പ്രസ്ഥാനമായിരുന്നു. കുട്ടനാട്ടെയും പാലക്കാട്ടെയും പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് കഞ്ഞി കൊടുക്കുന്നത് ചിരട്ടയിലായിരുന്നു. ചിരട്ടയിൽ ഒട്ടുകൂടായ്മയും നീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ പാവപ്പെട്ട ആ കാലഘട്ടത്തിലെ തൊഴിലാളികൾ ചിരട്ടയിൽ കഞ്ഞി കുടിക്കുന്നവരായിരുന്നു. ആ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നിൽ നിന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എന്താ തൊഴിലാളികളോടുള്ള ആ സമീപനം? നിങ്ങൾക്കെന്താ തൊഴിലാളികളെ വേണ്ടത്? നിങ്ങൾക്കെന്താ അദാനിമാരെയും അംബാനിമാരെയും? ആശാവർക്കന്മാർ, ആയിരക്കണക്കിന് ആശാവർക്കന്മാർ സെക്രട്ടേറിയറ്റ് നടയിൽ 34 ദിവസമായി അവിടെ ഇരിക്കുന്ന സഹാക്കന്മാര് എത്ര രൂപയാ കിട്ടുന്നത്? 7000 രൂപ. നമ്മുടെ നാട്ടിലെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ടല്ലോ, വീണ ജോർജ്, ആ മഹതിയുടെ വർത്തമാനം കേട്ടില്ലേ? പച്ചക്കള്ളം അസംബ്ലിയിൽ പറയുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാത്തൊഴിലാളികൾക്ക് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ് എന്ന പച്ചക്കള്ളം. നിങ്ങൾ സിക്കിമിലെ കാര്യം എടുത്ത് നോക്ക്, അവിടെ 10000 രൂപയാണ് ഓണറേറിയം. നിങ്ങൾ ഈ അടുത്ത സമയത്ത് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ച ഓണറേറിയം 10000 രൂപയാണ്. 30 വർഷക്കാലം സർവീസിൽ ഇരുന്ന് പിരിഞ്ഞാൽ 5 ലക്ഷം രൂപ അവകാശങ്ങൾ നൽകിയാണ് അവിടെ ആന്ധ്രാപ്രദേശിൽ. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും. ഈ മഹതി അസംബ്ലിയിൽ പച്ചക്കള്ളം പറയുന്നു. മറ്റുള്ളവർക്ക് തന്നെ വേണ്ടിയില്ല. അസംബ്ലിയില് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ മുന്നിൽ, തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെ മുന്നിൽ പച്ചക്കള്ളം പറയുക. ആ ആശാവർക്കർമാർ അവിടെ സമരം ചെയ്തു. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല സാറേ, എന്തെങ്കിലും ഒന്ന് കൂട്ടിത്താ. അപ്പോഴാണ് പരമപുരുഷത്തോടുകൂടി സംസാരിക്കുന്നത് CIT-ന്റെ നേതാക്കൾ. അവരെ കരീം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെ വളരെ മ്ലേച്ഛമായി, പരുഷമായി അവർക്കെതിരെ വർത്തമാനം പറയുകയാണ്. മാനുഷിക ചിന്ത പോലും ഇല്ലാതെ വർത്തമാനം പറയുകയാണ്. ആ സമരത്തിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ആ സമരത്തിന് CPI സപ്പോർട്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ സഖാക്കന്മാരോട്, ഈ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്തു പറഞ്ഞു? അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കേണ്ടതാണ്. എന്താ സഖാവെ LDF യോഗത്തിൽ പറഞ്ഞങ്ങ് കൂട്ടിക്കൊടുക്കുന്നത്? അവിടെ അങ്ങ് ഇയാൾക്ക് യാതൊരു സ്ഥാനമില്ല. നിങ്ങൾ അറിയില്ലേ? അവിടെ ഒരു സ്ഥാനമില്ല നിങ്ങൾക്ക്. ബിനോയ് വിശ്വത്തിന്റെ വാക്കിന് എന്താണ് LDF യോഗത്തിൽ വില? അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ, പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഒന്ന് നോക്കും ബിനോയ് വിശ്വത്തിന്റെ മുഖത്തോട്ട്. ബിനോയ് വിശ്വം കുനിഞ്ഞങ്ങിരിക്കുള്ളൂ. അങ്ങനെയാണോ ഒരു പാർട്ടിയിലെ ഘടകകക്ഷി എന്നുള്ളതിൽ CPI സ്വീകരിക്കുന്ന നിലപാടുകൾ? CPI-ക്ക് മന്ത്രിസഭയിൽ യാതൊരു സ്ഥാനവുമില്ല. എന്ത് LDF മുന്നണി എന്ന് പറയുന്നു, പിണറായി വിജയൻ എന്ന് പറയുന്നു, അത് വേദവാക്യമാക്കി അംഗീകരിക്കല്ലാതെ അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ സമരത്തെ ഒരുപാട് നിഷ്പക്ഷമതികൾക്കുണ്ടാകും. എന്താണ് 7000 രൂപ എന്ന് പറഞ്ഞാൽ ദിവസം 232 രൂപ. 232 രൂപ കൊണ്ട് ഒരു ദിവസം എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചെറിഞ്ഞാൽ എത്ര രൂപ? ഒരു തുണിക്കടയിൽ കയറി മോക്കൊരു ഉടുപ്പ് വാങ്ങിച്ചാൽ എത്ര രൂപ? 232 രൂപ. 7000 രൂപ കൊണ്ട് ഒരു മാസം കഴിയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. പരമപുച്ഛത്തോടുകൂടി ആ സമരക്കാരെ കാണും. ഞങ്ങൾ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും വീമ്പിളക്കുന്ന ഒന്ന് ഞങ്ങൾ സമര സംഘടനയാണ് എന്നാണ്. എന്താ സഖാവെ ഇപ്പൊ സമരം ചെയ്യുന്നവരോട് ഇത്ര വലിയ ഒരു മോശം? അപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുന്നു. അവര് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം കശുവണ്ടി തൊഴിലാളികൾ. അവർ പട്ടിണിയിലാണ്. മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയിലായിരുന്നെങ്കിൽ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ 100 കണക്കിന് ആത്മഹത്യയിലേക്ക് പോകുമായിരുന്നല്ലോ. അവരൊന്ന് പട്ടിണിയില്ല. ആ നിലയിൽ തൊഴിലാളി ഭാഗത്തെ മൊത്തം അവഗണിക്കുന്നു. ആയ ബഡ്ജറ്റിൽ പറഞ്ഞത് 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. എന്തിന്? മന്ത്രിമാർക്ക് കാറ് വാങ്ങാൻ, കോർപ്പറേഷൻ അധികാരികൾക്ക് കാറ് വാങ്ങാൻ, മേലാക്കന്മാർക്കെല്ലാം കൂടെ കാറ് വാങ്ങാൻ 100 കോടി രൂപയാണ് ബഡ്ജറ്റിൽ പൊളിച്ചത്.
അപ്പൊ ഇതൊരു ബൂർഷ്വാ ഗവൺമെന്റായി മാറി. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, കടയ്ക്കൽ ദേവി, അവിടെ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നു. ദേവിയുടെ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുക. ദേവി വിശ്വാസികൾക്കുള്ളതാണ്, അമ്പലം വിശ്വാസികൾക്കുള്ളതാണ്. അവിടുത്തെ കാര്യങ്ങൾ വിശ്വാസികൾ നോക്കട്ടെ. അതിന് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ ഈ ഒരു സൂചന പ്രതിഷേധ ജാഥ ഇതൊരു സൂചനയാണ്. കടക്കലിലെ ആപാലവൃദ്ധം ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ കടക്കൽ ദേവീക്ഷേത്രത്തെ ഇനിയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായി നേരിടും എന്ന് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഇന്ന് ഇതിനെ തയ്യാറായ എന്റെ എല്ലാ സഹപ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമര പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിർത്തട്ടെ. KPCCയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ സൈമൺ അലക്സ് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സന്തോഷ്, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രാജേന്ദ്ര പ്രസാദ് സാർ, ഇവിടെ സംസാരിച്ച KPCC ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ, ചിത്ര ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ സംസാരിച്ച ആളുകൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കടക്കൽ ക്ഷേത്ര മൈതാനത്ത് നടന്ന വിഷയങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിക്കേണ്ടത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു CPMന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നത്. ആ സമ്മേളന നഗറിൽ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും ഈ പുഷ്പനെ അറിയാവോ എന്ന പാട്ട് കേട്ടോ എന്ന് ആലോചിക്കും. 5 ദിവസക്കാലം അവർ ആർഭാടപരമായി അവർ സമ്മേളനം നടത്തി, വിവിധ സാംസ്കാരിക സമ്മേളനം നടത്തി. അവിടെ DYFIക്കാരുണ്ടായിരുന്നു, റഗ്മാന്മാരുണ്ടായിരുന്നു, മഹിളാ സഖാക്കളുണ്ടായിരുന്നു. എവിടെയെങ്കിലും പുഷ്പനെ അവർ തന്നെ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസാദ് സർവ സൂചിപ്പിച്ചു. കൂത്തുപറമ്പിന്റെ പേരിൽ, കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിൽ ഒരു സമയത്ത് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുമ്പോ ആ പുഷ്പനെ അവർ വിസ്മരിച്ചിരിക്കുന്നു. അവർ കടക്കൽ ദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് പുഷ്പനെ അറിയാമെന്ന് ചോദിച്ചാൽ കടക്കൽ ദേവിക്ക് പുഷ്പനെ അറിയാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കി. ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ കടക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര വരുന്ന മുരളൂടുന്ന ഞങ്ങൾ ആരാധന ദേവാലയത്തിന് മുന്നിലൂടെയാണ് വരുന്നത്. അവിടെ സർവ്വനാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാ വർഷവും പത്രങ്ങളിൽ വാർത്ത കാണാറുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, അവർ അതിനെ വരവേറ്റ് ഈ കടക്കൽ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കും. ഇവിടെ നിന്ന് തിരുമൊഴി എഴുന്നള്ളത്ത് ഞങ്ങൾ കളരിയിലേക്ക് ദേശത്തിലേക്ക് വരും. അവിടെയും ആവാലപ്പെട്ട ജനങ്ങൾ സ്വീകരിക്കും. അവിടെ ഒന്നും രാഷ്ട്രീയത്തിന്റെ മുഖമില്ല, ഇവിടെ ഒരു രാഷ്ട്രീയത്തിന്റെ മുഖമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷേത്രോപദേശ സമിതി പിരിച്ചുവിടാൻ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡ് തയ്യാറാവണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഈ ക്ഷേത്രോപദേശ സമിതിയല്ലേ ഇതിന് നേതൃത്വം കൊടുത്തത്? അത് നേതൃത്വം കൊടുത്ത ആളുകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ എന്നെ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരുമുണ്ട്. കാപ്പ കേസിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന 19 കേസിലധികം പ്രതിയായ ആളുകളാണ് ക്ഷേത്രോപദേശ സമിതി ഇരിക്കുന്നത്. ഇന്ന് കാണിക്കുന്ന തെരുവിലൊക്കെ കഴിയുമോ പോലീസുകാർക്ക്? അവ ക്രിമിനലുകളെ സൃഷ്ടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ പിടിച്ചെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഈ ഉത്സവം ആരംഭിക്കുന്ന 2 ദിവസം മുമ്പാണ് കടക്കൽ നിന്ന് ഏതാണ്ട് 10 കോടിയോളം വരുന്ന ലഹരി മരുന്നുകൾ പിടികൂടിയത്. നിങ്ങൾ ആലോചിക്കണം, കടക്കലിന്റെ കമ്പോളങ്ങളിൽ ഉത്സവം നടക്കുമ്പോ ഈ പ്രദേശങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 10 കോടി രൂപയുടെ ലഹരി മരുന്നാണ്. അത് പിടിച്ചടക്കിയ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയിട്ടില്ല. ആ ലോറി ഡ്രൈവർ മാത്രമേ ഇന്നും പ്രതിയായിട്ടുള്ളൂ. ഇതുവരെ എവിടെ നിന്ന് കൊണ്ടുവന്നു അന്വേഷിക്കാൻ ഈ പോലീസ് പോകുന്നില്ല, ഈ പോലീസിന് വിലക്കെടുന്നില്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം ഇവർ ആരാധനകൾ പിടിച്ചെടുക്കണം, സ്കൂൾ PTA പിടിച്ചെടുക്കണം, പള്ളിക്കമ്മറികൾ പിടിച്ചെടുക്കണം. ഇതിനെല്ലാം രാഷ്ട്രീയം കുത്തിരക്കാൻ ശ്രമിക്കുന്ന ഈ CPM ആലോചിക്കേണ്ടത് നിങ്ങൾ BJPക്ക് കടന്നു വരാൻ, RSSും സംഘപരിവാറിനും അമ്പലങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് ചൊറിയിലാണ്. നിങ്ങൾ ആലോചിക്കണം, നാളെ ഒരു സംഘപരിവാറിനും BJPക്കാരനും അമ്പലങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളായിട്ട് പച്ചപ്പറവതാരം ഇരിക്കരുത് എന്നാണ് ഈ മതേതരത്വ കേരളത്തെ സാക്ഷാത്കരിക്കൊണ്ട് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മാർച്ചിന് എല്ലാവരുമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ഒരുപാട് നേതാക്കന്മാരുണ്ടെങ്കിലും ഈ കടക്കിൽ നിന്നുള്ള DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് T. മോഹൻ, പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ പ്രിയ സന്തോഷ്, ഈ മഹാസമ്മേളനം
ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് സാർ, APCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം നസീർ, ശ്രീ സൈമൺ അലക്സ്, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, വിവിധ കോൺഗ്രസ് പോഷക സംഘടനകളുടെ നേതാക്കൾ, പ്രിയമുള്ളവരെ നാട്ടുകാരെ, കടയ്ക്കൽ ദേവീക്ഷേത്രം ചിരപുരാതനമായ പൗരാണികമായ ഒരു സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പൊന്നമ്മച്ചി എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന കടയ്ക്കൽ ദേവീക്ഷേത്രത്തെ മലീഭസമാക്കിയ സംഭവം, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കിയാൽ എങ്ങനെയിരിക്കും, ആ ഒരു അവസ്ഥയാണ് മാർക്സിസ്റ്റ് പാർട്ടി കടയ്ക്കൽ ദേവിയോട് കാണിച്ചത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ പരമോന്നതമായ നീതിപീഠമായ കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന്റെ തത്സമയ സംപ്രേഷണം കാമ്പൗണ്ടുകൾ, ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു കാരണവശാലും രാഷ്ട്രീയ നന്ദി, പാർട്ടികളുടെ നമസ്കാരം. അവതാര കേന്ദ്രങ്ങളായി മാറുവാൻ പാടില്ല എന്നുള്ള നിലവിലുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇവിടെ ഈ സമരം ആരംഭിക്കുകയാണ്. കടയ്ക്കലിന്റെ രാഷ്ട്രീയ ചരിത്രം